ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, കുട്ടിക്ക് ലഞ്ച് ബോക്സിലും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പായ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മൈദയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു മുട്ട, ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. അതിന് കൂടി തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അത് 1-2 ടീസ്പൂൺ, നിങ്ങൾക്ക് എത്ര മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. നല്ല മധുരമൊക്കെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് വെക്കാം കേട്ടോ. ഇനി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അത് ഒരു പിഞ്ച് മതിയാവും. ഉപ്പ് ചേർത്തിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാൽ വേണമെന്നുണ്ടെങ്കിൽ പാലായാലും കുഴപ്പമില്ല, രണ്ടും ചേർക്കാം. നമുക്ക് വെള്ളവും ചേർക്കാം, പാലും ചേർക്കാം. അപ്പോൾ 1/4 കപ്പ് മാത്രം മതിയാവും. ഒരുപാടായിപ്പോണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ലൂസായി പോകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നമുക്കിതാ ഒരു നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാം. മീഡിയം സൈസുള്ള പഴം ആട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പമില്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടെടുക്കൂലേ, ആ ഒരു പരുവത്തിലാട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേന്ത്രപ്പഴം ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ വലിയ പഴമില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പഴമൊക്കെ പൊരിക്കാനെടുക്കുന്ന പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പഴം, റോസ്റ്റ് പഴമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇത് തന്നെ കേട്ടോ അതിന് ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. നമ്മൾ മറ്റേതൊക്കെ വെക്കുന്ന സമയത്ത് ടേസ്റ്റ് ആകെ മാറും. പക്ഷെ കുഴപ്പമില്ല, കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നമ്മളെ പഴം ഇതുപോലൊരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കേട്ടോ നമ്മളതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നമ്മൾ പഴമൊക്കെ വെച്ച് കൊടുത്ത് ഒരു സൈഡൊക്കെ നന്നായിട്ട് കളറൊന്ന് മാറി വന്നാൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും കളറൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വെക്കണ്ട. ചെറുതായിട്ട് നമ്മൾ പഴമൊക്കെ വാട്ടിയെടുക്കൂലേ, ആ ഒരു പാകത്തിനൊന്ന് കളർന്ന് ഒരു സൈഡ് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കളർന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടി ഒന്ന് കളർ മാറിയെന്ന് നോക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് എല്ലാം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും 1 ടീസ്പൂണോളം ഗീയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗീ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്, മുട്ടയുടെയും മൈദൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ആറി വീഴുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒരു ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഉണ്ടാവേ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബനാന ഉണ്ടല്ലോ, നമ്മളെ പഴം, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു മിനിറ്റോളം, 1 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരിഞ്ഞ് പോകട്ടോ. ഒരു മിനിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വരുന്ന ആ ഒരു സമയം അത്ര മാത്രം മതിയാവും. ഒരുപാട് സമയം വെക്കണ്ട, വെറും 1 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. മുകൾ ഭാഗം മാറി വന്നാൽ നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നന്നായിട്ട് മുകൾ ഭാഗം ആറി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മധുരമൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർക്കണ്ട കേട്ടോ. ഇനി അല്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് 2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പഞ്ചസാരൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ 1 ടീസ്പൂൺ മാത്രമേ നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സിയിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതിന് മുകളിലേക്ക് വീണ്ടും പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കിതുപോലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് അങ്ങനെ അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവേ. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുന്ന സമയത്തും മുറിഞ്ഞു പോകാതെ ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കാരണം നമ്മളിത് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാം. അല്ല നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല ഗസ്റ്റിനൊക്കെ വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, പൊട്ടിപ്പോവാതെ. അപ്പോൾ ഓരോന്നോരോന്നും നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. ആ ഒരു പഴത്തിൻ്റെയും നമ്മൾ മുട്ടയുടെയും മൈദയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും തേങ്ങയുടെ ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് സമയമില്ല, ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല, വീട്ടിലുള്ളത് മാത്രം മതിയാവും എന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം കൂടിയാട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.